മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണല്ലോ മന്ത്രങ്ങൾ. അപാരമായ ദേവതാശക്തി ഉൾക്കൊണ്ടിട്ടുള്ള മന്ത്രങ്ങൾ പരമാത്മാവിൻ്റെയോ ദേവതാസങ്കല്പങ്ങളുടെയോ ശബ്ദപ്രതീകവുമാണ്. മന്ത്രജപത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ഉപദേശപ്രകാരമാണ് ഒരാൾ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം തിരഞ്ഞെടുക്കേണ്ടത്. ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തിത്വം, ജീവിത വീക്ഷണം എന്നിവയൊക്കെ കണക്കിലെടുത്താവണം ഇഷ്ടദേവതയും മന്ത്രവും എല്ലാം നിശ്ചയിക്കുക. ഇഷ്ടദേവതയും മന്ത്രവും എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ജപം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസവും ജപിക്കുന്നതിനായിട്ട് വേറെ ഒരു മന്ത്രവും ഉപയോഗിക്കുന്നത് ശരിയല്ല. എപ്പോഴും ഒരു ദേവതയിലും ഒരു മന്ത്രത്തിലും ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ദിവസം ജപിച്ച ശേഷം അതിലും ഇരട്ടിയുള്ള മന്ത്രങ്ങൾ വേറെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി വേറെ മന്ത്രങ്ങൾ തേടിപ്പോകുന്നത് അഭികാമ്യമല്ല. ഗുരുവിലും ഇഷ്ടദേവതയിലും മന്ത്രത്തിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ദിവസവും മുടങ്ങാതെ ജപം അനുഷ്ഠിക്കേണ്ടതാണ്. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സമയം ബ്രഹ്മമുഹൂർത്തമാണ്. സാത്വിക ഗുണം ഏറ്റവും കൂടുതലുള്ള സമയം. ആ സമയം ഏകാഗ്രതയോടുകൂടി നാമജപവും മന്ത്രവും ജപിക്കുന്നത് ഉത്തമമാണ്. ജപിക്കുന്നതിന് വേണ്ടി ഒരേ സ്ഥലം തന്നെ എന്നും തിരഞ്ഞെടുക്കുക. പൂജാമുറി ആണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. ഒരു ദിവസം പോലും ജപം മുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം സാധന എന്ന നിലയിൽ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ഒരേ സ്ഥലം തന്നെയാകണം കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ടത്. അതുപോലെ സ്വസ്ഥമായിട്ട് ഉറച്ചിരുന്നു കൊണ്ട് നട്ടെല്ല് നിവർത്തിയിരുന്ന് വേണം ജപിക്കാൻ. വെറും തറയിലിരുന്ന് ജപിക്കാനും പാടില്ല. ഇഷ്ടദേവതയുടെ രൂപം ധ്യാനിച്ച ശേഷമാണ് ജപിക്കേണ്ടത്. ആ ദേവതയുടെ ധ്യാനമന്ത്രങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. എപ്പോഴും ഉണർവോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും വേണം ജപിക്കാൻ. തുടക്കത്തിൽ ശ്രദ്ധയോടെ ജപം ആരംഭിച്ചു കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ മനസ്സ് നമ്മുടെ പിടിവിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയാൻ തുടങ്ങും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്, കാര്യമാക്കേണ്ടതില്ല. വീണ്ടും ഏകാഗ്രതയോടുകൂടി ജപിക്കുവാൻ ശ്രമിക്കുക. ദിവസവും 108 1008 പ്രാവശ്യം ജപം നടത്താം. എണ്ണം കൂടുന്നതനുസരിച്ച് ഫലപ്രാപ്തിയും കൂടുന്നതാണ്. രുദ്രാക്ഷമോ തുളസിയോ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച 108 മണികളുള്ള മാല മന്ത്രജപത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദിവസവും രാവിലെ 4 മണിക്ക് ജപം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കേണ്ടതാണ്. അതിന് ബുദ്ധിമുട്ടുള്ളവർ ആണ് എങ്കിൽ, ഏതെങ്കിലും അസുഖം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈയും കാലും മുഖവുമൊക്കെ കഴുകി മനസ്സും ശരീരവുമൊക്കെ ശുദ്ധമാക്കി ജപം ആരംഭിക്കണം. ഇഷ്ടദേവതയുടെ ചിത്രം മുമ്പിൽ സ്ഥാപിച്ച് അതിനു മുമ്പിൽ ദീപം തെളിയിച്ച് അവിടെ ഇരുന്ന് ജപിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധ്യമാകും. ജപത്തിനിടയിൽ കഴിയുന്നതും ശരീരം ചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിശ്രമാവസ്ഥയിലിരുന്ന് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ പിടിവിട്ടു പോകും. ഒരുപാട് വേഗത്തിലോ തീർത്തും സാവധാനത്തിലോ ജപിക്കരുത്. യാന്ത്രികമായിട്ടുള്ള ജപത്തിൻ്റെ 10 മടങ്ങ് ഫലമാണ് ഭക്തിവിശ്വാസങ്ങളോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച ശേഷം വേണം ജപം അവസാനിപ്പിക്കേണ്ടത്. കവചമന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കവചം ജപിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശക്തി ഉള്ളതാണ് വേറെ ഒരു കവചം എന്ന് കരുതി മറ്റൊരു കവചം ജപിക്കാൻ ശ്രമിക്കരുത്. അത് തെറ്റാണ്. ഒരു കവചം മാത്രം ഗുരുപദേശം സ്വീകരിച്ചുകൊണ്ട് ജപിക്കുകയും അവയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ആ കവചം എപ്പോഴും നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു കവചത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധയും വിശ്വാസവും എല്ലാം ആടവടലം മാറും. അതുകൊണ്ട് ഫലം ഉണ്ടാവുകയുമില്ല. എല്ലാ കവചങ്ങളും ദേവതയുടെ ശക്തി ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് കവചമന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കുകയും അവ ഏലസിലോ മറ്റോ ആക്കി കഴുത്തിലോ കയ്യിലോ ഒക്കെ ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. മന്ത്രജപം കൊണ്ടുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈശ്വരനെ നേരിട്ട് കാണുക എന്നു തന്നെയാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരമാകുന്ന മോക്ഷം. എന്നാൽ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള പ്രയോജനങ്ങളും ഉണ്ട്. ആത്മീയമായ വളർച്ചയോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള പ്രയോജനങ്ങളും അതുകൊണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ
തർക്കം വേണ്ട. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ മന്ത്രജപത്തിലൂടെ ഉണരുന്ന ശക്തി കൊണ്ട് ലഭിക്കുന്നതാണ്. തന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ശാന്തി, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മാരണം എന്നീ കർമ്മങ്ങൾ പൊതുവെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ ഉന്നം വച്ചുകൊണ്ടുള്ളതാണ്. ദേവതാ സംബന്ധമായിട്ടുള്ള ഉപദ്രവങ്ങളെ ശമിപ്പിക്കുന്നതിന് ശാന്തി, മറ്റുള്ള മനുഷ്യരെയോ ദേവതകളെയോ ജീവികളെയോ വശീകരിക്കുകയോ സ്വാധീനിക്കുകയോ ആകർഷിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് വശ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവികളുടെ പ്രവൃത്തികൾ അഹിതകരങ്ങളാകുമ്പോൾ തടയുന്നതിനെയാണ് സ്തംഭനം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ഛിദ്രവാസനയൊക്കെ വളർത്തി സ്വന്തം രക്ഷ നേടാൻ ശ്രമിക്കുന്നത് വിദ്വേഷണം എന്നും, ഉപദ്രവിക്കാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് അവരെ നീക്കി നിർത്തുന്നതിനെ ഉച്ചാടനം എന്നും, ജീവികളായാലും മനുഷ്യരായാലും മന്ത്രശക്തി ഉപയോഗിച്ച് കൊല്ലുന്നതിനെ മാരണം എന്നും സാമാന്യമായിട്ട് പറയാം. ഒരേ മന്ത്രം തന്നെ 6 കർമ്മങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ സാധാരണ മനുഷ്യന് അസാധ്യമായിട്ടുള്ള പല അത്ഭുത കാര്യങ്ങൾ ശക്തമായിട്ടുള്ള ഉപാസന കൊണ്ടും ഗുരുപദേശം കൊണ്ടും ശാസ്ത്രാഭ്യാസം കൊണ്ടും ഒരു മാന്ത്രികന് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ശാസ്ത്രത്തെ പ്രായോഗികമായിട്ട് അഭ്യസിച്ച് പഠിക്കാതെ വിദൂരത്ത് നിന്നുകൊണ്ട് കാര്യമറിയാതെ പറയുന്ന സ്തുതിയും പരിഹാസവുമൊക്കെ തീർത്തും അശാസ്ത്രീയങ്ങളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പൂജാവിധികളും മറ്റും ചെയ്തുകൊണ്ട് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് നിരന്തരമായി ജപം മാത്രം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഭക്തിപൂർവ്വമുള്ള ജപം ഏത് ക്ലേശങ്ങളെയും പരിഹരിക്കുന്നതാണ്. സാധനയിൽ മാത്രം ആവശ്യമായ സങ്കീർണവും സൂക്ഷ്മവുമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കി ജപം ആർക്ക് വേണമെങ്കിലും പരിശീലിക്കാവുന്നതാണ്. മന്ത്രം ഒരു ഗുരുവിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി പ്രാപ്തമാവുകയും ചെയ്യും. എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്ന ചില മന്ത്രങ്ങൾ കൂടി പറയാം. സിദ്ധമന്ത്രങ്ങൾ എന്നാണ് ഇത്തരം മന്ത്രങ്ങൾ അറിയപ്പെടുന്നത്. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവയൊക്കെയാണ് സിദ്ധമന്ത്രങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഗുരുപദേശം ആവശ്യമില്ലാതെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇവ. പക്ഷേ ശരീരശുദ്ധി, മനഃശുദ്ധി, ഏകാഗ്രത, ശ്രദ്ധ, ഭക്തി, വിശ്വാസം എന്നിവ ഇവയ്ക്കെല്ലാം അത്യാവശ്യമാണ് താനും. ഗായത്രി മന്ത്രവും ഇതുപോലെ ജപിക്കാമെന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലയോ ഭഗവാനെ, ഞാൻ അപരാധങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ്. ഒന്നും അറിയാത്തവനാണ്, നിരാശ്രയനാണ്, ആശ്രയരഹിതനാണ്. നീ മാത്രമാണ് എൻ്റെ ഉപായവും ആശ്രയവും എല്ലാം. ഇപ്രകാരം പ്രാർത്ഥനാരൂപമായിട്ടുള്ള ഒരു മനോഭാവം, ഈ മാനസികമായ അവസ്ഥയോടുകൂടി വേണം ഏത് ദേവതയെ പ്രാർത്ഥിക്കുവാനും ഉപാസിക്കുവാനും. എല്ലാവരെയും ആദിപരാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.